ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഒരു IAS ഓഫീസർ എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കളരിപ്പയറ്റിനെ കുറിച്ച് മാഡം ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉചിതമല്ല എന്നെനിക്കറിയാം. വിശിഷ്ട അതിഥി നിങ്ങളുടെ മാഡത്തിൻ്റെ സ്പീച്ച് കേട്ടിരിക്കും. ഞാൻ സീനിയർ ആൺകുട്ടികളും പെൺകുട്ടികളുമായ 1250 പേര് ഇവിടെ പങ്കെടുക്കുന്നു. ഈ മത്സരത്തിൽ കളരിപ്പയറ്റിൽ മെയ്ത്താരി, കോൾത്താരി, അങ്കത്താരി, ഉറങ്കൈ ഈ ഇനങ്ങളിൽ 13 ഇനങ്ങൾ, ചുവട് മുതൽ ഉരുൾപ്പയറ്റ് വരെ, മലപ്പുറച്ച് കുന്തം, മെയ്പ്പയറ്റ് ഇത്യാദി 13 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. നമുക്കിന്ന് വളരെ വൈകി കൊണ്ടുപോയാലേ നമുക്ക് 3 ദിവസം കൊണ്ട് മത്സരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു മഠത്തിൻ്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അതുപോലെ കളരിപ്പയറ്റിൽ ഈ സമീപകാലത്തുണ്ടായ വളർച്ച, അഭൂതപൂർവമായ വളർച്ച. ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ദിവ്യ എസ് അയ്യർ, കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ, വേദിയിലുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, സദസ്സിലുള്ള കായിക താരങ്ങളെ ഗുരുക്കന്മാർ, 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് തുടക്കം കുറിക്കുന്നത്. വിവിധ ജില്ലകളിലായി 1250ഓളം കായിക താരങ്ങൾ 3 ദിവസങ്ങളിലായി ഇവിടെ മാറ്റിവെക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തും കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ എക്കാലത്തെയും അതിൻ്റെ ഒരേ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരേ ഒരു നേതാവായിരുന്നു അഡ്വക്കേറ്റ് പുരേന്ദ്ര സോമൻ. അദ്ദേഹം കേരള സ്റ്റേറ്റ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഇവിടെ കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും വിശിഷ്ട സാന്നിധ്യത്തിനും ഉദ്ഘാടനം ചെയ്തതായി സന്തോഷം. എല്ലാ കായിക താരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്നേഹവന്ദനം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും അധികം മനുഷ്യനെ കൗതുകം ജനിപ്പിക്കുന്ന, ആ കൗതുകത്തോടൊപ്പം തന്നെ ക്രൗര്യത്തിനും ഉറവിടമായി വിളങ്ങുന്ന ഒരു നമസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ അത് കളരി വന്ദനമാണെന്ന് ഞാൻ പറയും. കളരി വന്ദനം കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന ഒരു ഊർജ്ജമുണ്ട്, അല്ലേ? ആ ഊർജ്ജത്തിന് ഈടിനെയായിട്ട്, അതിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രമാത്രം ഉദ്വേഗജനകമാക്കുകയും അതേസമയം നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ, നമ്മുടെ ഉള്ളിലെ മനസ്സിലെ ചിന്തകളെ ഒക്കെ പരിശുദ്ധമാക്കുന്ന ഒരു തരം ഊർജ്ജമാണ്, ഒരു ക്ലെൻസിങ് ഫാക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ പരിശുദ്ധമാക്കുന്ന ഒരു ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും കളരിയിലേക്ക് ആകർഷിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് കലകളും ഒപ്പം കായിക കലകളുമൊക്കെ കേരളത്തിനും ഇന്ത്യക്കും സ്വന്തമായിട്ടുണ്ട്, അല്ലേ? ഒരുപാട്. ഇതിൽ എത്ര എണ്ണമാണ് കാലത്തിൻ്റെ ഒരു പരിശോധനയ്ക്ക് വിധേയമായി ഇന്നും അത്രമാത്രം ആഴത്തിൽ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റി വാഴുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ പക്ഷേ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന 1-2 പൈതൃക കലകളിൽ, പാരമ്പര്യ കലകളിൽ ഒന്നായിരിക്കും കളരിപ്പയറ്റ്. അതിനുള്ള കാരണം ഈ നമ്മെ ഓരോരുത്തരെയും ഒരു ശുദ്ധികലശം ചെയ്യുന്നത് പോലത്തെ ഒരു ഊർജ്ജമാണ് കളരിപ്പയറ്റ് നൽകുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഓരോ മേഖലയിൽ നമ്മൾ കാഴ്ചയോടെടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെ മത്സരാർത്ഥികളാകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ കായിക താരങ്ങളുടെ കുർബാനകളും വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. അപ്പോൾ നമുക്കെല്ലാം ഒരുപക്ഷെ നമ്മൾ നേരിട്ട്
ഒരു യോദ്ധാവായി മാറുന്നതിനേക്കാളും കൂടുതൽ മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാവലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പരീക്ഷണത്തിന് വിധേയമാകുന്നു എന്നുള്ളപ്പോഴായിരിക്കും അല്ലേ? പരീക്ഷ എഴുതാൻ നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുകുമാർ അവർക്ക് കൈമാറും. ശ്രീ സുനിൽകുമാർ അവരും കൂടി കൈമാറും. കണ്ണൂർ ജില്ലയിലെ CBN കളരി തലശ്ശേരി 988 first goal, 988 second goal, 988 final goal. സീനിയർ ബോയ്സ് ഉറുമി വീശൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ചഷമർ വാങ്ങുക. സീനിയർ ബോയ്സ് ഉറുമി വീശൽ. സീനിയർ ബോയ്സ് ഉറുമി വീശൽ മത്സരത്തിൽ സീനിയർ ബോയ്സ് ഉറുമി വീശൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ചഷമർ വാങ്ങുക. സീനിയർ ബോയ്സ് ഉറുമി വീശൽ നമ്പർ 1 ആരംഭിക്കുന്നു.